ഇന്ന് രാവിലെ സെക്യൂരിറ്റി വിങ്ങിൽ നിന്നും എടുത്തുകൊണ്ട് പോയ വി സിയുടെയും സിൻഡിക്കേറ്റ് ഹാളിൻ്റെയും സിൻഡിക്കേറ്റ് ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന ഹാള്, സബ് കമ്മിറ്റികളും എല്ലാം ചേരുന്ന, ഇവിടെ ദൈനംദിന യോഗം ചേരുന്ന ഹാളാണ് സിൻഡിക്കേറ്റ് ഹാള്. ഇതൊരു ഒറ്റ താക്കോൽ കൂട്ടമാണ്. അപ്പോൾ രാവിലെ എടുത്തുകൊണ്ട് പോയി വൈകുന്നേരം അത് തിരികെ കൊണ്ടു കൊടുത്ത സമയത്ത് സിൻഡിക്കേറ്റ് റൂമിൻ്റെ താക്കോൽ കാണാനില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് സെക്യൂരിറ്റി വിങ്ങിൽ നിന്നും. അത് മോഷണം പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അത് അസാധാരണമായ സംഭവമാണ്. കാരണം വൈകുന്നേരം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ താക്കോൽ കൂട്ടം ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ, ബന്ധപ്പെട്ടവർ സെക്യൂരിറ്റി വിങ്ങിനെ ഏൽപ്പിക്കണം, രാവിലെ അത് തിരികെ വന്ന് കളക്ട് ചെയ്യണം എന്നതാണ് വ്യവസ്ഥ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. കാരണം രജിസ്ട്രാർ കൊടുത്തൊരു കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുപ്രധാനമായ പല രേഖകളും ഇവിടെ നിന്നും കടത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. നാളെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. പല സുപ്രധാന രേഖകളും ഇവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വലിയ സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് റൂം തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ വി സിയുടെ റൂമിൽ കയറാം, ഡയറക്റ്റ് വി സിയുടെ റൂം തുറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വി സിയുടെ അറിവോടുകൂടിയാണ് ഈ താക്കോൽ ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കാരണം സർവകലാശാലയുടെ ദൈനംദിന പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ചേരേണ്ട, ഇന്ന് തന്നെ 2 യോഗം അവിടെ വെച്ച് ചേർന്നതാണ്, 3 യോഗം ചേർന്നതാണ്. അടുത്ത ദിവസങ്ങളിലും യോഗങ്ങൾ ചേരേണ്ട ഒരു ഹാളാണ്. അപ്പോൾ ആ ഹാളിൻ്റെ താക്കോൽ മോഷ്ടിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ഹാള്, വിവിധ കമ്മിറ്റികൾ യോഗം ചേരുന്ന ഹാള്, അതിൻ്റെ താക്കോൽ ബോധപൂർവം ബി സിയുടെ അറിവോടുകൂടി മോഷ്ടിക്കപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ബി സിയുടെ ഓഫീസ് നാളെ മുതൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാണുന്നത്. വളരെ ഗൗരവമുള്ളതാണ് ഇത്. എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ രജിസ്ട്രാറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പോലീസിൽ കേസ് കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതൊരു അസാധാരണമായ സംഭവമാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് കുറച്ചൊരു 7-7:30 ആയ സമയത്താണ് ഇങ്ങനൊരു താക്കോൽ ഇവിടെ ഇന്ന് കൊണ്ടുപോയതിൽ, തിരികെ കൊണ്ടുവന്നൊരു താക്കോൽ കൂട്ടത്തിൽ സിൻഡിക്കേറ്റ് റൂമിൻ്റെ താക്കോൽ കാണുന്നില്ല എന്നുള്ളത് ഞങ്ങളൊരു 7:30 കൂടിയാണ് അറിയുന്നത്. അത് വളരെ ഗൗരവമുള്ളതാണ്. അല്ലല്ല, എല്ലാ ദിവസവും തുറക്കണം. ദൈനംദിനം കമ്മിറ്റി കൂടുകയല്ലേ, സബ് കമ്മിറ്റികളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, വിവിധ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം കൂടുകയാണ്. ഇന്ന് 3 യോഗം ഉണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റ് റൂമിൻ്റെ ഒരു പ്രത്യേകത, സിൻഡിക്കേറ്റ് റൂം തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ വി സിയുടെ സെക്ഷനിലേക്ക് കിടക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടെല്ലാം അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. കാരണം സുപ്രധാനമായ പല രേഖകളും ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തിങ്കളാഴ്ച ഒരു കേസ് പരിഗണിക്കുകയാണ്. ആ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതയുണ്ട്. ഒരുപാട് രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കടത്താനാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വലിയ സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതെല്ലാം സമഗ്രമായി പോലീസ് അന്വേഷിക്കണം. അതെ, ഇവിടെ സിൻഡിക്കേറ്റിനകത്ത് റെസ്പോണ്ടൻ്റ് അല്ല വി സി രജിസ്ട്രാർ കൊടുത്ത കേസിൽ. എന്നാൽ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള റെസ്പോണ്ടൻ്റാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലാണ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുടെ ഭാഗം കോടതി പറയേണ്ടത്. അല്ലാതെ വി സിക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ വേണം കോടതിയിൽ പറയാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തിൽ മുരളി സാറ് സൂചിപ്പിച്ചത്. സിൻഡിക്കേറ്റ് റൂമിൻ്റെ പൂട്ടി
അതിൻ്റെ താക്കോല് മോഷ്ടിച്ച് സുപ്രധാനമായ രേഖകൾ കടത്താനാണ് ശ്രമമെങ്കിൽ ശക്തമായ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സിൻഡിക്കേറ്റിനെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പിന്നെ പൊതുജന മധ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള അപകീർത്തിപ്പെടുത്തലുണ്ട്. പിന്നെ വൈസ് ചാൻസലറുടെ മുറി തൊട്ടടുത്ത് തന്നെയുണ്ട്. സിൻഡിക്കേറ്റ് മുറി പൂട്ടാനും രേഖകൾ കടത്താനുമാണ് നീക്കമെങ്കിൽ വളരെ ശക്തമായിട്ട് ഇത് ഇടപെടേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് അക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്.